യേശുക്രിസ്തുവിലൂടെ സൗഖ്യം സ്വന്തമാക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥൻ കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പ്രത്യേകതകളെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ആകണം. സൗഖ്യപ്പെട്ട കുഷ്ഠരോഗിയിലൂടെയും സൗഖ്യം നൽകിയ ക്രിസ്തുവിലൂടെയും ഒരു യാത്ര. ഒന്ന്, എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉള്ളിൽ എന്താണ്? അതാണ് ദൈവത്തെക്കുറിച്ച് അറിയുവാനുള്ള വ്യക്തി മന്ത്രം. ഓരോ ജീവിതത്തിൻ്റെയും പ്രത്യേകതകൾ അത് എന്ത് തന്നെയായാലും, സന്തോഷമോ സന്താപമോ ആയാലും, അതിലൂടെ ദൈവത്തിന് നിന്നോട് പറയുവാനുള്ളത് ആരായുന്നതാണ് നിന്റെ വ്യക്തിപരമായ ദൈവ ബന്ധമായി മാറുന്നത്. കാരണം വചനം പറയും, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങളെന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കുമെന്ന് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 29-ാം അധ്യായത്തിൽ നാം വായിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്ന് പറയുന്ന ഒരു ദൈവം. ഞാൻ പ്രാർത്ഥിക്കുവാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നതാണ് പരമപ്രധാനം. അതാണ് കുഷ്ഠരോഗി പ്രാർത്ഥിച്ചത്. 3 കാര്യങ്ങളാണ് കുഷ്ഠരോഗി ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിൽ സംഭവിക്കുന്നത്. 1, കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്ത് വന്നു. 2, അവൻ വിനയത്തോടുകൂടി മുട്ടുകുത്തി. 3, അപേക്ഷിച്ചു പറഞ്ഞു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. 2 കാര്യങ്ങൾ അവൻ ക്രിസ്തുവിൽ കണ്ടു. 1, ക്രിസ്തുവിന് മനസ്സുണ്ട്. 2, ക്രിസ്തുവിന് തന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഇവ രണ്ടും ഈ സംഭാഷണത്തിൽ, ഈ വാക്യത്തിൽ സമ്പൂർണമായും നിഴലിച്ച് നിൽക്കുകയാണ്. ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുവാനും മുട്ടുകുത്തുവാനും 2 കാര്യങ്ങളാണ് കുഷ്ഠരോഗിയിൽ ഉണ്ടായിരുന്നത്. 1, അവൻ്റെ കുഷ്ഠരോഗം. 2, ക്രിസ്തു ദൈവപുത്രനാണെന്നുള്ള വിശ്വാസം. അതിന് കാരണം സൗഖ്യപ്പെടണമെന്ന അവൻ്റെ ആഗ്രഹമാണ്. നമ്മുടെ ആവശ്യങ്ങൾ യാഥാർത്ഥ്യവും നമ്മുടെ ആഗ്രഹങ്ങൾ നീതിപൂർവകവുമാകുമ്പോൾ അവിടെ നാം പ്രാർത്ഥനയുടെ ഈ 3 തലങ്ങളിലൂടെ കടന്നു പോകും. കർത്താവ് പറഞ്ഞു, നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത്. 1-ാമതായി കർത്താവ് പറഞ്ഞത് അതാണ്. 2-ാമതായി പറഞ്ഞു, പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. 3-ാമതായി പറഞ്ഞു, മോശയുടെ കൽപ്പനകൾ അനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുക. സത്യത്തിൽ ആദ്യത്തേത് ആയിരുന്നു വളരെ എളുപ്പം. ഒന്നും പറയാതെ ഇരിക്കുക. ബാക്കി 2ഉം അവൻ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. എങ്കിലും 1-ാമത്തെ കാര്യമാണ്, ആരോടും ഇത് സംസാരിക്കരുത് എന്ന് പറഞ്ഞതാണ് അവൻ ഖണ്ഡിച്ചത്, അഥവാ അതിനെതിരെയാണ് അവൻ പ്രവർത്തിച്ചത്. ആരോടും ഒന്നും പറയരുതെന്ന് പറഞ്ഞതിനെതിരായി അവൻ പ്രഘോഷിക്കാനും പ്രസിദ്ധമാക്കുവാനും തുടങ്ങി എന്നാണ് വചനം പറയുന്നത്. ബാക്കി 2 കാര്യങ്ങൾ അവൻ ചെയ്തോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അവന് പ്രഘോഷിക്കാതിരിക്കാൻ സാധിച്ചില്ല. സൗഖ്യം ലഭിച്ചവൻ്റെ, ക്രിസ്തു സ്പർശിച്ചവൻ്റെ സ്വഭാവം പിന്നെ അവൻ്റേതായിരിക്കുകയില്ല, ക്രിസ്തുവിൻ്റേതായിരിക്കും. അതാണ് കുഷ്ഠരോഗിയിൽ സംഭവിച്ചത്. അവൻ ക്രിസ്തുവിലൂടെ അവന് ലഭിച്ചത് പ്രഘോഷിക്കുകയും പരസ്യപ്പെടുത്തുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമുക്ക് യേശുവിലൂടെ ലഭിച്ചതിനെ മറ്റുള്ളവർക്ക് നൽകുന്നവരായി മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണ് എല്ലാമെല്ലാം, എന്നുമെന്നും എൻ പിതാവ്. നിന്മാർവോടു ചേരട്ടെ
ചേരട്ടെ ഞാൻ. യേശുനാഥ ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം. എന്നുമെന്നും എൻ പിതാവ്. ഞാനകന്നാലും നീയാകരില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിൻ മാർവോടു ചേരട്ടെ ഞാൻ. യേശുനാഥ ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം. എന്നുമെന്നും എൻ പിതാവ്. നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിൻ മാർവോട് ചേരട്ടെ ഞാൻ. യേശുനാഥ ഇന്നേരം നീയാണ് എല്ലാം എല്ലാം. എന്നുമെന്നും എൻ പിതാവ്.